ഞാനൊക്കെ ഇത് അറിയാതെ പോയിരുന്നെങ്കിൽ ശരിക്കും എൻ്റെ ഗ്രന്ഥി എടുത്ത് കളയുമായിരുന്നു. അത് എനിക്ക് വലിയ നഷ്ടമായിരുന്നു. ഇപ്പോൾ കാരണം യൂട്രസിൻ്റെ 2019 യൂട്രസ് എടുത്തത്. അന്ന് ഇത് ഇപ്പോൾ അതിനും ചികിത്സ ഉണ്ട് ഇവിടെ. അത് ആദ്യം അറിയുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയുമായിരുന്നു വെറുതെ എൻ്റെ ഗർഭപാത്രം എടുത്ത് കളഞ്ഞതെന്ന്. പക്ഷെ അത് ഇങ്ങനത്തെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നില്ല. അതാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പുതിയ ടെക്നോളജി ഇത് കുറച്ചായെങ്കിലും ഇത് ആളുകൾ എത്തുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ വന്നത്. ഒരു വേദനയും ഇല്ലാണ്ട് ഈ ഒരു നീഡിൽ ചെറുതായിട്ട് ഇപ്പോൾ ഒരു മഴയാണെങ്കിൽ ഇതിൽ വെള്ളയാണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വരുന്നത് ഈ സ്കിന്ന് മുതൽ ഇതിങ്ങനെ വരുന്നത് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ ഒട്ടനവധി ഗുണങ്ങൾ പിൻഹോളിനുണ്ട്. സർജറി ഒഴിവാക്കാം, റെസ്റ്റ് വേണ്ട, അനസ്തേഷ്യ വേണ്ട, ബ്ലീഡിങ് പ്രശ്നമില്ല, സ്റ്റിച്ചില്ല, സ്കാറില്ല, പിറ്റേ ദിവസം ജോലിക്ക് പോകാം, ചെയ്ത് കഴിഞ്ഞാൽ 3 മണിക്കൂറിന് ഡിസ്ചാർജ് പോയാൽ ചിലവ് ഏകദേശം പകുതിയെ ചിലവ് മാത്രമേ ഉള്ളൂ. ഇത്രയും പിന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആജീവനാന്ത മരുന്നുകൾ കഴിക്കണം. സുഹൃത്തുക്കളെ, ഞാനിന്ന് കോഴിക്കോട് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് തൈറോയ്ഡ് രോഗമൊക്കെ ഉള്ളവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. ആരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. കാരണം ഈ തൈറോയ്ഡൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പറയുന്ന ഒരു കാര്യമാണ് അത് സർജറി നടത്തിയാൽ മാത്രമേ പിന്നീട് അങ്ങോട്ട് മുന്നോട്ടുള്ള ആ ഒരു ജീവിതം ഉള്ളൂ എന്നുള്ളത്. ഇവിടെ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ആ ട്രീറ്റ്മെൻറ്റ് പലവർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. ഈ വരുന്ന ആളുകൾക്കും ആദ്യം ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പറഞ്ഞ് കേട്ടിട്ടാണ് ഇവരൊക്കെ വന്നിട്ടുള്ളത്. പേരെന്ന് പറഞ്ഞേ? എൻ്റെ പേര് മെഹ്സുമ. ഇവിടെ എന്താണെന്ന് നടന്നു പറഞ്ഞു? ഇവിടെ നമ്മുടെ തൈറോയ്ഡ് അബ്ലേഷൻ, അതായത് പിൻഹോൾ മൈക്രോവേവ് അബ്ലേഷൻ, തൈറോയ്ഡ് നോഡുലർ ട്രീറ്റ്മെന്റ് ആണ്. അത് കഴിഞ്ഞ പേഷ്യൻസിന്റെ ഗെറ്റ് ടുഗദർ ആയിരുന്നു, സ്നേഹ സംഗമമായിരുന്നു നടന്നിരുന്നത്. ഇപ്പൊ നമ്മൾ ഈ വന്ന ആളുകളൊക്കെ ഒരു വർഷം കൊണ്ട് ഇവിടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതാണോ? അതെ, കഴിഞ്ഞ ഒരു വർഷമായിട്ട്. ഒരു വർഷമായിട്ടില്ല. പേരെന്ന് പറഞ്ഞേ? എൻ്റെ പേര് സൈനബ. എത്ര വർഷമായിട്ട് തൈറോയ്ഡ് ഉണ്ടായിരുന്നു? തൈറോയ്ഡ് എനിക്ക് ഗോയിറ്ററിൻ്റെ മുഴയായിരുന്നു, തൈറോയ്ഡ് ഗ്രന്ഥിയിൽ മുഴയായിരുന്നു. അപ്പോൾ അത് വന്നിട്ടൊരു 2019 വന്നിട്ടുണ്ടാവാം. അപ്പോൾ അന്ന് വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് ഞാനത് മൈൻഡ് ചെയ്തില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ അല്ലെങ്കിൽ നമുക്ക് വെള്ളം ഇറക്കുമ്പോൾ ഒക്കെ ഒരു ബുദ്ധിമുട്ട്, അങ്ങനെ EMS ഹോസ്പിറ്റലിൽ എനിക്ക് സർജറിക്ക് ഡേറ്റൊക്കെ ഫിക്സ് ചെയ്ത് ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം എനിക്ക് യൂട്രസ് തന്നെ എടുത്ത് കളഞ്ഞു, ഇനിയിപ്പോൾ ഈ ഗ്രന്ഥിയും കൂടെ പോവല്ലേ എന്ന് ആലോചിച്ച് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ നമുക്ക് വേറെ എന്തെങ്കിലും ചികിത്സ ഉണ്ടോ നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആള് ഫേസ്ബുക്ക് സ്കോർ ചെയ്ത് പോയപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. സർജറി പറയാന്ന് പറയുമ്പോൾ അറിയാലോ, ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ശരിക്കും എന്താ ചെയ്യാ, എടുത്ത് കളയാണ്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഈ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഹോൾ അല്ലേ, ചെറിയൊരു ഹോൾ ഇതാണ്, കാണാൻ പോലും ഇല്ല. ഈ ഒരു ട്രീറ്റ്മെന്റിന്റെ ഒരു ടൈം എന്ന് പറയുന്നത് ശരിക്കും രാവിലെ വന്ന 6 മണിക്കൂറിനുള്ളിൽ പോവാം. അതെ, രാവിലെ വന്ന് പേഷ്യൻസ് ഇപ്പോൾ ദൂരത്തുനിന്നുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർ നേരത്തെ എത്തും. കുറച്ച് മോർണിംഗ് കുറച്ച് നേരത്തെ എത്തിക്കഴിഞ്ഞ് ഈവനിങ് ആകുമ്പോഴത്തേക്ക് അവർ തിരിച്ചു പോകും. പിറ്റേ ദിവസം വേണമെങ്കിൽ ജോലിക്ക് കയറാം. ആ രൂപത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. പേരെന്ന് പറയാം? റാഫി. ഇത് എനിക്ക് ശരിക്കും വന്നിട്ടുണ്ട്. നല്ലൊരു സൈസ് തന്നെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് കാണിച്ചു. ആദ്യം കാണിച്ചു കൊടുത്ത് പറഞ്ഞു സർജറി ആണ് ഓപ്ഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ധൈര്യമില്ലായിരുന്നു. കാരണം ഇതൊക്കെ ഒരു മാസം റെസ്റ്റും കാര്യങ്ങളൊക്കെ, തൈറോയ്ഡ് ഗ്രന്ഥി എടുത്ത് യുവാക്കുക, പിന്നെ സ്ഥിരം ഗുളിക കുടിക്കുക എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഒരു ഭയം തന്നെ ആയിരുന്നു. അപ്പോൾ അതിൽ പിന്നെ മൈൻഡ് ചെയ്യാതെ കുറച്ചു കാലം നിന്നു അത് മൈൻഡ് ചെയ്തില്ല. അപ്പം ഒരു കഫക്കെട്ട് പോലെ നമ്മളെ ഇറക്കാൻ പ്രയാസം അങ്ങനെയൊക്കെ ആയി വളർന്നു വന്നപ്പോഴാണ് ഇവരെ റഫീഖ് സാറിനെ കുറിച്ച് അറിയുന്നതും കേൾക്കുന്നതും. എത്ര മാസം മുന്നേ നമ്മളിത് ഈ ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് 9 മാസം ആവുന്നുണ്ട്. ഇപ്പൊ നമ്മൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? മരുന്ന് അന്ന് മുതലേ ഇല്ല. അതാണ് കാരണം ഈ തൈറോയ്ഡ് വന്നു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണം എന്നൊക്കെ പലരും പറയുന്നത് കേൾക്കാം. പക്ഷെ അതൊന്നുമില്ല. ഈ ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം നമ്മൾ നോർമൽ രൂപത്തിലുള്ള ഒരാൾ തന്നെയാണ്. അതെ, നമുക്ക് മരുന്നൊന്നും വേണ്ട. അതാണ് നമ്മളെ ഇതിലേക്ക് ആകർഷിച്ചത്. കാരണം എന്താ വെച്ചാൽ മരുന്ന് വേണ്ട, വേദന ഇല്ലാതെ കാര്യങ്ങൾ മുറിക്കാതെ ഇത് ചെയ്യാനും പറ്റും. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ 100 കണക്കിന് ആളുകളുടെ സന്തോഷം നമ്മൾ പുറത്തു കണ്ടിരുന്നു. അതായത് ഒരു സമൂഹ സംഗമം വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഇദ്ദേഹമായിരുന്നു. ഡോക്ടറെ പേരെന്ന് പറയാം? റഫീഖ്, മുഹമ്മദ് റഫീഖ് ആണ്. അപ്പോൾ ഡോക്ടറെ അന്വേഷിച്ച് നമ്മൾ കാത്ത് ലാബിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു വീഡിയോയിൽ വന്നതിൽ വളരെ സന്തോഷം. കാരണം പലർക്കും അറിയാത്ത ഒരു വിഷയമാണ് ഈ സർജറി കൂടാതെ നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നടക്കും എന്നുള്ളത്. ഞാൻ അവിടെ വന്ന ഓരോ വ്യക്തികളോടും നമ്മുടെ വീഡിയോസ് കാണുന്ന പലരും ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവരൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾക്കൊക്കെ സർജറി പറഞ്ഞ കേസാണ്. അവരുടെ ഒരു സന്തോഷം ശരിക്കും നമ്മളവിടെ മുഖത്ത് കാണായിരുന്നു. എന്താണ് ആ സന്തോഷത്തിൻ്റെ മേഖല? ഈ ട്രീറ്റ്മെൻറ്റ് പലർക്കും അറിയാതെ പോയത് എന്തായിരുന്നു എന്നുള്ളതാണ്. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇത് താരതമ്യേന പുതിയതാണ്. അതെ, ഇപ്പോൾ 2018 ഇതിൻ്റെ FDA അപ്രൂവൽ വരുന്നത്.
2002 മുതൽ ആദ്യത്തെ കേസ് 2002 ചെയ്തതിനു ശേഷം ദീർഘനാളത്തെ പഠനങ്ങൾക്ക് ശേഷം 2018 ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ആഗോളടിസ്ഥാനത്തിൽ US FDA അപ്രൂവൽ കിട്ടുന്നത്. നമ്മൾ ആ സമയത്ത് തന്നെ ഇത് ട്രെയിൻഡ് ആയിരുന്നെങ്കിലും പിന്നെയും അവരുടെയും റിസൾട്ട് വെയിറ്റ് ചെയ്ത് ഒരു 1-2 വർഷമായിട്ട് ഇത് നമ്മുടെ നാട്ടിൽ നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ റീസെൻ്റ് ആണ് അതിൻ്റെ എവിഡൻസ്, അത് കൃത്യമായി ഈ ഒരു ട്രീറ്റ്മെൻറ്റ് സർജറിക്ക് പകരം ഈ ഒരു അസുഖത്തിന് കൊടുക്കാമെന്നും അതിന് റിസൾട്ട് ഉണ്ടെന്നും അത് സേഫാണെന്നും പ്രൂവ് ചെയ്ത് അത് ആയിരക്കണക്കിന് ആളുകളിൽ പ്രൂവ് ചെയ്തതിന് ശേഷമാണ് 2 വർഷമായിട്ടുള്ള നമ്മുടെ കേരളത്തിൽ എത്തിയിട്ട്. അതെ. ഞാൻ ചോദിക്കുന്നത് മറ്റുള്ള രാഷ്ട്രങ്ങളൊക്കെ വർഷങ്ങളായിട്ടുള്ളതാണോ ഈ ഒരു ട്രീറ്റ്മെന്റ്? അതാണ് ഇപ്പോൾ US FDA അപ്രൂവലിന് ശേഷം 2018 തുടങ്ങിയത്. നമ്മൾ നൈബറിങ് കൺട്രി ആയിട്ടുള്ള ചൈനയിലും കൊറിയയിലും കുറച്ചുകൂടി നേരത്തെ അവർ തുടങ്ങിയിട്ടുണ്ട്. അവിടെ തുടങ്ങിയിട്ടൊക്കെ ഇപ്പോൾ ഒരു 7 വർഷത്തോളമായിട്ടുണ്ടാവും. ഇപ്പം ഈ കാണുന്ന പലവരും ഇത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ വരുന്നു, ഒരു 6 മണിക്കൂറിനുള്ളിൽ നമുക്ക് നോർമൽ സ്ഥിതിയിലേക്കായി തിരിച്ചു പോവാം എന്ന് പറഞ്ഞു. പലരും ബസ്സിലേക്ക് കയറി പോരാന്ന് പറഞ്ഞു. ഒരു വ്യക്തി പറഞ്ഞ് ഞാൻ ഡ്രൈവ് ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആളുകൾ വിചാരിക്കുന്നുണ്ടാവുക, എന്നെ പോലുള്ള ആളുകൾ തന്നെ, ഇത് ഭയങ്കര വലിയൊരു കോസ്റ്റ് വരുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് എന്നുള്ളത്. അപ്പോൾ ഈ സർജറി ഇതും കൂടിയിട്ട് ആ ഒരു റേറ്റിലൊക്കെ പറയുമ്പോൾ ഇതിനേക്കാൾ മേലെയാണോ? മേലെ ആവേണ്ടതാണ്, പക്ഷേ പിന്നെ വളരെ കുറവാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിൻ്റെ ടെക്നോളജി അതിൻ്റെ ഒരു ബെനിഫിറ്റും വെച്ചിട്ട് പറയുമ്പോൾ കൂടണ്ടാണ്. പക്ഷേ സർജറിൻ്റെ ഏകദേശം പകുതി കോസ്റ്റ് ഇതിന് വരുന്നു. അതെ അല്ലേ? അപ്പോൾ ശരിക്കും നമുക്ക് ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ ശരിക്കും ഏത് രൂപത്തിലുള്ള തൈറോയിഡാണ് എന്ന് ആദ്യം നമ്മൾ സ്കാൻ ചെയ്തിട്ടാണോ മനസ്സിലാക്കുന്നത്? അതല്ലെങ്കിൽ എല്ലാ തൈറോയിഡിനും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് പറ്റുമോ? ഇതിൽ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒത്തിരി എൻക്വയറീസ് വരുന്നതുകൊണ്ട് പിന്നെ തൈറോയിഡിലെ മുഴകൾക്കാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ തൈറോയിഡ് എന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ ഗോയിറ്റർ, അപ്പോൾ തൈറോയിഡിൻ്റെ ഹോർമോൺ കുറവ് കൂടുതൽ, അപ്പോൾ അതിൻ്റെ ക്ഷീണം അല്ലെങ്കിൽ